4 കൊല്ലമായിട്ട് ഞങ്ങളൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പുതിയ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല, വിചാരിക്കലുണ്ട്, പക്ഷെ അങ്ങോട്ട് വാങ്ങൂല അത്ര. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തറിയാം, ഇന്ന് കണ്ടപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ആടിൻ്റെ ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തത് അതിന് കൂട്ടിട്ടോ റൂമിൽ അങ്ങോട്ട് കടച്ചതി എന്താ കുറച്ച് 1/2 കിലോനെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുക അറിയില്ലല്ലോ. ലിവറാണ് ഏറ്റവും ഇഷ്ടം ഈ കോഴിന്റെ ആയാലും അത് തപ്പി അമ്മിയുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അമ്മി ഇങ്ങനെ അരച്ചെടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇത് നമ്മൾ സാധാ കോഴി ഇറച്ചി വെക്കും പോലെ അങ്ങനെ അല്ലല്ലോ വെക്കുക, മരുന്നാക്കിയിട്ടല്ല ഉപയോഗിക്കുക നമ്മൾ. അപ്പോൾ പച്ചമല്ലിയും അതേപോലെ കുരുമുളകും ചെറിയ ജീരകല്ലേ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അമ്മിയിലിട്ട് അരച്ചെടുക്കണത്. പിന്നെ വെന്തതിൻ്റെ ശേഷമാണ് പിന്നെ ഇതൊക്കെ താളിച്ച് വയ്ക്കുക. എവിടെ അമ്മായും മകനും കൂടിയാണ് മുറിക്കണത്. അമ്മായിൻ്റെ കൈ നോക്കിക്കട്ടാ, ഒരാൾ വലിച്ചെടുത്ത് ഒരാൾ മുറിക്കാനാണ്. ഇതൊക്കെ അമ്മയെന്ന് തൊട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതിക്ക് എന്തൊക്കെയാണ് മരുന്ന് ചേർക്കുന്നത്. അപ്പൊ സിന്ധിച്ചോണ്ട് ചോദിച്ചത് എന്തൊക്കെ ഇതിലിട്ടാന്ന്. ഈ ആടിനൊരു രുചിയല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അപ്പൊ അത് മാറും കൂടി ചെയ്യുമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത്. കുട്ടി പെണ്ണും അറിയാ ഇങ്ങനെ ഉണ്ടാക്കണ്ടെന്ന്, അവൾക്ക് ആടിന്റെ രസം കിട്ടാനായിരിക്കും. ഈ ആടിന്റെ ഇറച്ചിക്കും പാലിനും ഒക്കെ ഒരു മണല്ലേ. ഈ പച്ച മല്ലിയാവുകൊണ്ടേ നമ്മളെ അമ്മീന്ന് ഇങ്ങനെ അരച്ചെടുക്കാൻ കുറച്ച് പണിയാണ്, നല്ലോണം ഇരുന്ന് അരക്കേണ്ടി വരും. പിന്നെ അമ്മ അത്യാവശ്യം മൂർച്ചിട്ടിട്ടത് അന്ന് ഷോട്ടിലിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞേനെ വെള്ളാരം കല്ലി ഒക്കെ ഇട്ടിട്ട് അരച്ചാൽ നല്ല മൂർച്ച ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം അത്യാവശ്യം ഒരു മൂർച്ചുണ്ട്, പുതിയതല്ലേ, ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് അരഞ്ഞിട്ടില്ല, അത് എന്താ ചണ്ടിയായിട്ട് കിടക്കണേ. എന്താ അമ്മയല്ലേ? ഇത് ഓൺലൈനിൽ അന്ന് ഒരു സെർച്ച് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ വിലയല്ല, അതിലേറെ വില ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് 550 നമ്മൾ കടയിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിയത്. വില നോക്കട്ടെ കേട്ടോ. പിന്നെ തല കുത്തനെ ഞങ്ങൾ വെച്ചിരുന്നത്, ഇത് ഇങ്ങോട്ടും ഇത് അങ്ങോട്ടും എന്ന് വെച്ചിരുന്നത്. അപ്പോൾ അറിയില്ലേന്നു ഇത് അമ്മിക്കുട്ടി വെക്കാനുള്ള ഭാഗമാണെന്ന് അറിയില്ലേന്നു. അപ്പോൾ ഇതാണ് അമ്മിക്കുട്ടിക്ക് കിടക്കാനുള്ള ഭാഗം, ഇങ്ങനെ അങ്ങോട്ട് പോവാതൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു വെച്ചതാണ്, അങ്ങോട്ട് വെച്ച്. നമുക്ക് എന്താ വെച്ചാൽ ഒരു സ്ഥലമല്ല, പിന്നെ അവിടെ വെക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തായാലും 2 കല്ലൊക്കെ വെച്ചാല് വൃത്തിയേടാവും, ചുമലിക്കൊക്കെ തെറിക്കൊക്കെ ചെയ്യും. അപ്പൊ എന്താ വേണ്ടെന്നറിയില്ല. അതുപോലെ ശ്രദ്ധിക്കണില്ലേ, ഓൻ രണ്ടാളും എപ്പോഴും വരും, രാവിലെ വൈകിട്ടൊന്നും വന്ന് സന്ദർശിച്ച് പോകും. നമ്മളെ കോഴീൻ്റെ അതേ കളർ തന്നെ, കറുപ്പ്. വറകട്ടി നനയുണ്ട്, പക്ഷെ ഷീറ്റാണ്, ഇത്ര വറകുള്ളൂ. പിന്നെ കുറച്ച് വീതിനൊക്കെ ചോട്ടിലുണ്ട്. നമ്മളാ തെങ്ങിന്റെ അന്ന് കീറിയ വറകാണ് കേട്ടോ, അതൊക്കെ ഇതിനുള്ളിൽ കൊണ്ടുവന്ന് അടുക്കി വെച്ചതാ. അപ്പൊ ഇന്ന് നമ്മൾക്ക് ആട്ടിറച്ചിയാണ്. എല്ലാവരും എങ്ങനെയൊക്കെയാണ് അവതൊന്നും വെക്കല്, മരുന്നാക്കിയൊക്കെ വെക്കുക. കർക്കിടക മാസത്തില് ആടിന്റെ ഊര, തല, കാല് ഒക്കെ മരുന്നാക്കിയിട്ട് ഉണ്ടാക്കൂലേ. നമ്മൾ കർക്കിടകം വരുന്നതിന്റെ മുന്നേ തന്നെ വാങ്ങിട്ടോ. അതെ, ഈ ആടിനെ കൊണ്ട് കൊറേ കാര്യങ്ങൾ ചെയ്യും. ആടിന്റെ എന്നൊക്കെ കാലും കൈയൊക്കെ സൂപ്പിക്കും. ആ എല്ല് ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് സൂപ്പാക്കിയിട്ട് വെക്കും, കാല്, കൈ, പിന്നെ നെഞ്ഞ്, തല, ആടിന്റെ മൊത്തം ഭാഗങ്ങള് ഓരോ മരുന്നാണ് മനുഷ്യന്. അപ്പൊ അതാണ് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ആടിന്റെ മരുന്ന് പറഞ്ഞിട്ട് ആടിന്റെ ലേക്കൊക്കെ തിന്നാൻ കണ്ടിട്ടില്ലേ. അത് ലേശം വാങ്ങി തിന്നും, ആട് വാങ്ങി തിന്നും. കുറച്ച് വിലയാണ് ഇതിന്, കിലോന് 800 രൂപയൊക്കെ ഉണ്ട് ഇതിന്. പിന്നെന്താ, പിന്നെ ഇതിങ്ങനെ മരുന്നൊക്കെ ഇട്ട് വെക്കാന്ന്, അല്ലാതെ മുളകും മല്ലിയും സാധാ മല്ലിപ്പൊടിയൊന്നും ഇട്ടിട്ടൊന്നും വെക്കൂല. പിന്നെ എന്താ ഉലുവയും കടുകൊക്കെ പൊടിച്ചിടും. പിന്നെ ഉള്ളിയില് രസമാണ് ഇങ്ങനെ ചാറില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി വരട്ടി എടുക്കുക ചെയ്യാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് വറുത്തിട്ട് ഇങ്ങനെ എടുക്കുക, ഉപയോഗിക്കുക ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവര് എങ്ങനെ ഉണ്ടാക്കല് നമുക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കല് എന്നൊക്കെ. ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്. ഇത്രയും കൊല്ലം മുന്നേ തിന്നിട്ടുണ്ട്, കുറെ വർഷങ്ങളായി. നമ്മൾ പുതിയ വീട് വെച്ചിട്ടില്ല,
ഉണ്ടാക്കിയില്ല. അതേപോലെ നമ്മൾ വാടക വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാണ്. അപ്പം എങ്ങനെയാലും 3-4 കൊല്ലമായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കി. അതാണ് ഒന്നാമത് ഇതിൻ്റെ ഈ രുചിയൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ അമ്മയാണ് ഒക്കെ ഉണ്ടാക്കല്. അമ്മ ഇത് കൊണ്ടുവന്ന് കൊടുക്കേണ്ട പണിയുള്ളൂ. വൃത്തിയാക്കി അമ്മ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തരും. ഞങ്ങളെടുത്തിട്ട് 1, 2, 3 പീസ് അത്രേ ഉള്ളൂ, അങ്ങനെ തിന്നുള്ളൂ. അമ്മയും അതേപോലെ അച്ഛമ്മയും കൂടിയായിരുന്നു അതൊക്കെ ശരിയാക്കുന്ന ആൾക്കാർ. ഇങ്ങനെ ആടിന്റെ പല്ലോ എല്ലാം കുത്തടാ ആടിന്റെ പല്ല്, ആടിന്റെ എല്ലാം. അമ്മായിയൊക്കെ വന്നിരുന്നു. അമ്മായി പറഞ്ഞ സിന്ധേച്ചിന്റെ അമ്മായിയമ്മ, അപ്പുട്ടേട്ടൻ്റെ അമ്മ, നമ്മളമ്മായി, അച്ഛൻ്റെ പെങ്ങളും, ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളും. അപ്പം അങ്ങനെ വന്നേന്നു കേട്ടോ. പെങ്ങളും മോളും മാമയും എല്ലാം കൂടി വന്നിട്ട് അപ്പം തന്നെ പോയി. ഉച്ചയ്ക്കാണ് വന്നത്. അപ്പം അമ്മയ്ക്ക് ഇന്ന് നല്ല ക്ഷീണമാണ്. വേദനയ്ക്കൊക്കെ കുറവുണ്ട്, പക്ഷെ നല്ല ക്ഷീണമുണ്ട്. കിടക്കുകയാണ് കേട്ടോ. അമ്മർക്ക് കുറച്ച് നേരം ഒന്ന് പോയിരുന്നു. നല്ലാതെ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് അന്ന് തിരുവനന്തപുരത്തുനിന്നൊക്കെ എടുക്കാൻ പറഞ്ഞ ആ സ്കാനിങ് അവിടുന്ന് കൊടുക്കണം, ഇവിടുന്ന് കൊടുക്കണം. അപ്പം അത് നമുക്ക് തിങ്കളാഴ്ചയ്ക്കാണ് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം അന്ന് പോയിട്ട് എടുക്കണം. ഉച്ചയ്ക്കൊക്കെയാണ് അതിൻ്റെ സമയം പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നമുക്ക് അറിയാം. ഞാൻ കഴിക്കൊണ്ട് എനിക്ക് 1/2 കിലോ ഇറച്ചിയില്ലേ, എത്ര ഉള്ളൂല്ലേ ഒരു പിടി. പക്ഷെ നല്ല വേവുണ്ടല്ലോ ഇതിന്. ആടിൻ്റെ ഇറച്ചി ഇതാ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും കുറച്ചിട്ട് കൊടുക്കുക, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഈ അരച്ച ഈ മരുന്നും കേട്ടോ. ഇത് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഇത് ആടിനെ വേവിക്കാൻ പോണത്. അപ്പോൾ ആദ്യം കുക്കറിലിട്ടിട്ട് വേവിക്കട്ടെ. നല്ല വേവുണ്ടല്ലോ. ഒരു 5-6 വിസിൽ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതുവരെ ഇതൊന്ന് നല്ലോണം ഒന്ന് വിസിലടുപ്പിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് വേറെ ചട്ടിയിലാക്കിയിട്ട് വരട്ടിയെടുക്കാം. ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടേ ചെറിയ ഉള്ളിയിൽ താളിച്ചിട്ട് അതിലേക്ക് അപ്പം കൊണ്ട് ആടിൻ്റെ ഇറച്ചി കൊണ്ട് തട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ കുക്കറിലൊരു 6-7 വിസിലോളം ഞാൻ പഠിപ്പിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെന്ത് കാണുന്നത് നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടല്ലേ അതാണ് സത്യം. അതാണ് എന്താ പിന്നെ ഈ കൊല്ലം അമ്മ കൊളസ്ട്രോൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ശരീരമൊക്കെ കാണുമ്പോ എല്ലാരും പറയും കൊളസ്ട്രോളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാം. ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വെച്ചാലേ ഇതൊക്കെ കൊല്ലം അമ്മ തിന്നുന്ന സാധനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയും ഓരോ മരുന്നും അല്ലേ അമ്മ തിന്നോണ്ടാവും ഇപ്പൊ ഇത്രയെങ്കിലും ആരോഗ്യത്തിൽ ഇരിക്കാൻ പറ്റണമെന്ന് പറയും. അപ്പോൾ ഈ കൊല്ലം നമുക്ക് ഇറങ്ങിന്ന് പോയപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ആട് കൊണ്ടുപോകുക അമ്മയോട് ചോദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. ഇന്ന് അപ്പൂസിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതിന് അപ്പം അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ആട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഉള്ളി മുട്ടയ്ക്ക് കറിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത് നമ്മളെ ആടിൻ്റെ ഇറച്ചി അവിടെ വെന്ത് വേവിച്ച് വെച്ചേട്ടോ. അത് തുള്ളി ചാറ് മാത്രമുള്ള അത് നമ്മളിപ്പോൾ ഇതിലിട്ട് വരട്ടി ഞാൻ വറ്റിച്ചെടുത്ത് കൊടുക്കാതിരിക്ക്. പിന്നെ ഉലുവയും കടുകൊക്കെ നമ്മൾ പൊടിച്ചിടൂലേ, അതൊക്കെ മരുന്നാണ് കേട്ടോ. നമ്മളൊന്നും തിന്നിട്ടുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ വേദനയൊക്കെ ഉണ്ടാവും പറയും. അപ്പൊ തണുക്കാണ്. തണുക്ക മാത്രല്ല കേട്ടോ, ക്ഷീണുണ്ട്, വേദനയാണ് പ്രശ്നം, തലമിന്നലുണ്ട്. അത് നമുക്കറിയാലോ, നമുക്ക് തിങ്കളാഴ്ച അറിയാം. സ്കാൻ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് വിവരങ്ങളൊക്കെ കേട്ടോ. കുറച്ച് ദിവസം കൂടി 2 ദിവസം കൂടി ചായക്കടി കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചായക്കടി ഇതാണ്. എല്ലാ വരുന്നവരൊക്കെ നമുക്ക് ഇത് കൊണ്ടുവരും, ബ്രെഡും റസ്കൊക്കെ. അമ്മയ്ക്ക് തിന്നാൻ പറ്റുന്ന ഇത് ഇതാണെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഈ വ്യത്യാസമില്ല. അപ്പോൾ വേറെ എന്തായാലും ബട്ടർ ബ്രെഡാണ് നിന്നിട്ടില്ലേ. അമ്മേനെ ഉറങ്ങി
അതോ എന്തോ മണം കിട്ടണ്ടത് എന്റെ കയ്യിതാ വന്നൂല്ലേ ഓക്കെ. എന്നാലും മാറും. ഞാനൊരു മേശ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കളറാണ് ചായ കുടിക്കാന്. പാറുവിന്റെ കളർ കേട്ടോ. പാറുവിന് മേച്ചാണ്. ഓളിങ്ങനെ ചോട്ടുന്ന് പോണല്ല. അതുപോലെ ഇഷ്ടപ്പെട്ടോ? ഈ റെഡിയാ. ആ പേനുണ്ടാലോ. കപ്പൂസ് വിറ്റ് ചെയ്തൊന്നും കാര്യമില്ല കേട്ടോ. എന്താ അമ്മ ഈ ബ്ലഡിന് നമുക്ക് ചിക്കൻ കറി മീൻ കറി ഒന്നും വെച്ചാൽ തിന്നാൻ പറ്റൂല. ആ മധുരണ്ട്. ഒരു പഞ്ചസാരൊക്കെ എന്തായി ആടായോ? ആട് റെഡി. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ വൈകുന്നേരം ആയിട്ടുണ്ടേ. അപ്പൊ ഇപ്പോഴെല്ലാം നമ്മളത് എടുക്കാൻ തിന്നാൻ പോണത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. അപ്പൊ അമ്മയ്ക്ക് അവരുടെ ആടുണ്ടാക്കി തന്നപ്പോ കുറച്ച് കഴിയട്ടെ പറഞ്ഞു. അപ്പൊ തിന്നുണ്ട്. എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ അച്ഛൻ വിളിച്ചതാട്ടെ. അമ്മേന്റെ ഭർത്താവ് അറിയാനെ രസം കാണാൻ ഇവിടെയാണ്. അതിന്റെ ഉള്ളിൽ ഒരാളുണ്ടല്ലോ. ആരോ നീക്കടി. അപ്പൊ നമ്മള് ഇന്നത്തെ കറി കറിയല്ല പറ്റി വരണ്ട് കിടക്കണേ കാണുമ്പോ കുറച്ചുള്ളൂ. കണ്ടോ? അപ്പൊ ഞാന് തിന്നൊന്നുമില്ല. ആട് ഞാന് ആദ്യമായിട്ട് പ്രസവിച്ച് കിടക്കുമ്പോഴാണ് തിന്നിട്ടുള്ളത്. അത് തിന്നാത്തോണ്ടേ ഇതിന്റെ രുചി ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അറപ്പേന്നു. അങ്ങനെ അല്ലാതെ കോഴി തിന്നുമ്പോലെ ഒന്നായിട്ട് കോരിട്ട് തിന്നൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മുതൽ അത് അമ്മക്ക് പറഞ്ഞിട്ട് അമ്മ തിന്നണതുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അത് അത്ര അതിന് കുരുമുളക് ഇടാൻ മുളക് ഇടൂല. അതിന്റെ ഫലം പോകും. ഇതുള്ളു ഇന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ടീഷർട്ട് 3 വാങ്ങിയിട്ടുണ്ടോ? അതിന് സെറ്റല്ലേ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ വീഡിയോ നിർത്തുകയാണ്. സിന്ധേച്ചി അമ്മേൻ്റെ അടുത്താണ്, കുട്ടി അമ്മേൻ്റെ അടുത്താണ്. എല്ലാവരും ആ റൂമിലാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ചാടിക്കാൻ വേണ്ടിയിട്ടൊന്നും കൂടിയതാണ്. അപ്പം എന്നാൽ ഞാൻ നാളെ കാണാം കേട്ടോ.